ഹായ് ഹലോ. രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഒരുപാട് പേരുടെ പ്രശ്നമാണല്ലേ വലിയ വലിയ ആഗ്രഹങ്ങൾ അതൊന്നും നടക്കായ അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം എങ്ങനെയാണ് നടത്തിയെടുക്കണതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് 100% വിശ്വസിക്കണം മക്കളെ. 101% എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ അത്രയും വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുള്ളൂ. വെറുതെ സമയം കളയാൻ വേണ്ടി ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുകയല്ല. അവ എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ എങ്ങനെ നടത്തിയെടുത്ത് അത് നിങ്ങൾക്ക് കണ്ണുപിട തെറ്റാതെ ഞാൻ പറഞ്ഞുതരാം. അതിന് മക്കളെ ഒന്നും വേണ്ട. ആദ്യം തന്നെ നമ്മളെ മനസ്സിന്റെ ശക്തിയാണ്. മനസ്സിലായില്ലേ? രാവിലെ എണീറ്റാൽ നമ്മൾ എന്ത് വേണമെന്നോ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നോക്കിയിട്ട് ഐ ആം റിച്ച്, ഞാനൊരു പണക്കാരനാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ കണ്ണാടിയെ നോക്കിയിട്ട് ഡെയിലി പറഞ്ഞണം. ആദ്യം പരിശീലിക്കേണ്ടത് അതാണ് കേട്ടോ. ആദ്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണാടിയിൽ വന്ന് നിൽക്കുക. ഐ ആം റിച്ച്, ഞാൻ കഴിവുള്ളവനാണ്, എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. സ്ത്രീ പുരുഷ ഭേദം എന്നെ എല്ലാവരും ഇത് പറയണം കേട്ടോ. ഒരു സ്ത്രീ ഒരു പരാജയപ്പെടുന്നവളല്ല, എല്ലാവരും വിജയിക്കുന്നവരാ അല്ലെ. സ്ത്രീകൾ പ്രത്യേകിച്ചും. സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ആരാ? മഹാലക്ഷ്മിയാണ് മക്കളെ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിലെ മഹാലക്ഷ്മിയെ തേച്ചരച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യണ്ടൂ. ഒന്ന് പൊടി തട്ടിയെടുക്കുക. മനസ്സിലായല്ലോ? മഹാലക്ഷ്മിയാണ് നമ്മൾ ഓരോരുത്തരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ പവിത്രതയുടെ ദേവത നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളെ മനസ്സിലെ ചെറിയൊരു മാലിന്യം അത് വേണ്ട. അതാണ് സംശയം. നമ്മളെ മനസ്സിലെ മാലിന്യം എന്ന് പറഞ്ഞാൽ സംശയമാണ്. അപ്പൊ പിന്നെ എഴുതി വെച്ചിട്ടൊക്കെ ഒരു കാര്യം നടത്തുക, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പറഞ്ഞു തന്നാലൊക്കെ ഞാൻ ധനക്കാരിയാവോ? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഞാനൊരു റിച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പണക്കാരിയാണ്. അത് നമ്മൾ അഹങ്കാരത്തോടു കൂടി പറയരുത് കേട്ടോ. നന്ദിയോട് കൂടി പറയണം. എന്നും നമ്മളൊരു നന്ദി പറയാൻ മറക്കരുത്. ആരോട്? നമ്മളോട് തന്നെ. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയണം. നമ്മളെ മഹാലക്ഷ്മിയായിട്ട് നമ്മൾ കാണണം കണ്ണാടിയിൽ നോക്കുമ്പോൾ. ഞാനൊരു പണക്കാരത്തിയാണ്, അതുകൊണ്ട് ഒരുപാട് നന്ദി നന്ദി നന്ദിന്ന് രാവിലെ നിങ്ങൾ പറയാൻ ആദ്യം മറക്കരുത്. ആദ്യത്തെ ചവിട്ടുപടി കടന്നു നമ്മളല്ലേ. നമ്മൾ വിശ്വാസത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ അതോടുകൂടി നമ്മൾ ധനക്കാരത്തിയായി. നമ്മളിലേക്ക് പണം പിന്നെ ഒഴുകിക്കൊണ്ട് വരും. ഇനി അതിന് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം മക്കളെ. ഈ ലോകത്ത് പണം ഒരാളിലെ നിൽക്കണതല്ല. ചക്രം എന്നാണ് പണത്തിനെ പറയാല്ലേ. അത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് പാസ് ചെയ്ത് പോകും. എപ്പോഴാണോ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരികയെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. ദരിദ്രനെ ധനികനാക്കും. ഈ ദരിദ്രത എന്നുള്ള വാക്ക് ഞാനിപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് ഒരിക്കലും വീട്ടിൽ പറയരുത് കേട്ടോ. ഒരു ഇല്ലായ്മയും നിങ്ങൾ പറയരുത്. രാവിലെ എണീറ്റാൽ സമ്പന്നത ആ ഭാഷ മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ കണ്ണാടിയിൽ നോക്കി പറയേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ. ഐ ആം റിച്ച് എന്ന് നിങ്ങൾ ദൃഢമായി ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ റിച്ച് തന്നെ ആവും. ആ കാര്യം ഉറപ്പാ മക്കളെ. ഇന്ന് അങ്ങനെയാണ് കണ്ടുവരുന്നത്. കുറച്ചൊക്കെ ഒരു കുന്ന് കണ്ടാൽ പിന്നെ ഒരു കുണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ താഴേക്കാണ് നമ്മൾ നിൽക്കണ വെച്ചാൽ നമ്മളെ തട്ട് പൊന്താൻ അധികം സമയമില്ല എന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു പോയി. നമുക്ക് ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് പോകാനുള്ളതാണെന്ന് അത് നിങ്ങൾ ആദ്യം ഉറച്ചു വിശ്വസിക്കണം. പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ഡെയിലി നിങ്ങൾ അത് എഴുതി വെക്കണം കേട്ടോ. എന്താഗ്രഹമാണെങ്കിലും എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഇത് എഴുതി വെക്കാൻ ഏറ്റവും നല്ലത് വെച്ചാൽ, നിങ്ങൾക്ക് സാധിച്ചാൽ രാവിലെ 11:11 എഴുതി വെക്കാം. ക്ലോക്കിലോ മൊബൈലിലോ അലാറം വെക്കാം. ഇന്ന് ജോലിക്കാരല്ലേ സാധിക്കില്ല അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി 11:11 അലാറം വെക്കുക. അതിന് സാധിച്ച ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാം. ഇനി അതിനൊന്നും നിങ്ങൾക്ക് സാധിക്കണില്ലെങ്കിൽ നമ്മളെ ഓറ ക്ലീൻ ആയിരിക്കണ ഒരു സമയമുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുൻപേ എന്തും നമ്മൾക്ക് അനുകൂലമായി സാധിക്കും കേട്ടോ. ആ സമയത്ത് നിങ്ങളൊരു പുസ്തകത്തില്, പേപ്പറാണ് നല്ലതെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ പേപ്പർ ആകുമ്പോൾ നമ്മളേന്ന് അത് കളഞ്ഞു പോകും. നമുക്കത് എവിടെ വെച്ചെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ ഒരു പുസ്തകം കണ്ടോ, ഇങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ വാങ്ങി വെക്കുക. ഇങ്ങനെ ഒരു നോട്ട് പുസ്തകം നിങ്ങൾ വാങ്ങി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചുവപ്പ്, പച്ച, നീല ഈ 3 മഷി നന്നട്ടോ. കറുപ്പ് മഷി ഒഴികെ ഏതിൽ നിങ്ങൾക്ക് എഴുതാം. അന്നന്ന് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ മനസ്സിൽ. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഭംഗിയായിട്ട് നടുഭാഗത്ത് എഴുതി വെക്കുക.
നിങ്ങളുടെ ആഗ്രഹം എത്ര വരികയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ വെക്കുകയെന്ന് അറിയോ? നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടാനാണെങ്കിൽ നിങ്ങൾ എന്താ എഴുതാന്നോ? എന്റെ ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ച പണം എന്നിലേക്ക് വന്നു ചേർന്നു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഭഗവാനെ. നന്ദി നന്ദി നന്ദി. ഐ ആം ഹാപ്പി. ഇനി ഇംഗ്ലീഷിലൊന്നും എഴുതാൻ വയ്യെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്. ഒരുപാട് നന്ദി ഭഗവാനെ. ഞാൻ വിചാരിച്ച പണം എന്നിലേക്ക് വന്നു ചേർന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണ് വന്നു ചേരേണ്ടെന്നുള്ളത് നിങ്ങൾ ആ തുക എഴുതി വന്നു എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, പൈസ നമുക്ക് ഇല്ലാത്ത സമയത്ത് കുറച്ച് പൈസ കിട്ടിയാൽ ഒരു സന്തോഷം അല്ലേ? നമ്മളെ കാര്യങ്ങൾ നടത്തി പോകാൻ പണം വേണ്ടേ മക്കളെ? അപ്പൊ ആ പണം കിട്ടിയാൽ നിങ്ങളെ മനസ്സിൽ എന്തായിരിക്കും നിങ്ങളുടെ മുഖത്തുള്ള ഭാവം, മനസ്സിന്റെ ഭാവം? അത് തന്നെ ആവണം ഇത് എഴുതുമ്പോഴും നിങ്ങളുടെ ഭാവം. മനസ്സിലായില്ലേ? മുഖത്ത് ആ സന്തോഷം തെളിയണം. ഭഗവാനോട് നന്ദി പറയാൻ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. ഡെയിലി രാവിലെ എണീറ്റാൽ നമ്മൾക്ക് പ്രതിബിംബത്തിനെ നോക്കി നന്ദി പറയണം. പിന്നെ എഴുതുമ്പോൾ ഭഗവാന്റെ പേരിൽ നന്ദി എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മഹാലക്ഷ്മിയെ മറക്കരുത് കേട്ടോ. നമ്മൾ മഹാലക്ഷ്മിയാണ്. അപ്പൊ ദേവിയുടെ ബീജമന്ത്രം ശ്രീം എന്നാണ്. മനസ്സിലായല്ലോ? ശ്രീം. അപ്പൊ നിങ്ങൾ ആ നടുഭാഗത്തായിട്ട് നമ്മൾ ആഗ്രഹം എഴുതി വെക്കുക. ബാക്കി ഒരു 14 തവണ നിങ്ങൾ ശ്രീം എന്ന് എഴുതി വെക്കാൻ മറക്കണ്ട. അപ്പൊ അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യ മക്കളെ. നിങ്ങളിലേക്ക് എവിടുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു വരും. പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനാവില്ലേ ചിലവർക്ക്. അപ്പൊ നിങ്ങൾ എഴുതുക എന്താണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയല്ലോ ഭഗവാനെ, നന്ദി നന്ദി നന്ദി. അപ്പോഴും നിങ്ങൾ ഈ ശ്രീം എഴുതി വെക്കാൻ മറക്കരുത് 14 തവണ. ചിലവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാവും, കുട്ടികൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാനാവും. അപ്പോഴൊന്നും നിങ്ങൾ അയ്യോ പാസ്സാവൂ അങ്ങനെ വിചാരിക്കരുത്. മകൻ നല്ല അല്ലെങ്കിൽ മകള് നല്ല മാർക്കോട് കൂടി പാസ്സായി, ഞാൻ ഒരുപാട് നന്ദി. അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടേണ്ടത്, എന്താണോ നടക്കേണ്ടത് അത് നടന്നു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു 14 തവണ ശ്രീം എന്ന് എഴുതി വെക്കുകയും ചെയ്യാം. നടന്ന ആഗ്രഹം ഒരു പ്രാവശ്യം എഴുതി വെക്കണ്ട കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ആഗ്രഹം എഴുതി വെക്കാം. ഇങ്ങനെ കനമുള്ള ഒരു പുസ്തകത്തില് ഞാൻ എൻ്റെ ആഗ്രഹം എഴുതി വെച്ച പുസ്തകം മക്കളെ ഇതില്. ഇതിനിപ്പോ ഏട് കഴിയാറായി. അപ്പൊ നമുക്ക് എന്തൊക്കെ ആഗ്രഹം, ഓരോ ദിവസം ഓരോ ആഗ്രഹം അല്ലേ? ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. ഒരു ദിവസം ആഗ്രഹം, പിറ്റേ ദിവസം നിങ്ങൾ ആ സമയം മറക്കണ്ട. സാധിക്കിച്ചാൽ പകല് 11:11 ആഗ്രഹം എഴുതുക. അല്ലെങ്കിൽ രാത്രി 11:11, ഇല്ലെങ്കിൽ കിടക്കണേന്റെ തൊട്ട് മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീലമഷി നമുക്ക് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പച്ചമഷി നമുക്ക് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ചുവപ്പ് മഷി നമുക്ക് നല്ലതാണ്. നിങ്ങൾ കറുത്ത മഷി കൊണ്ട് മാത്രം എഴുതാതിരിക്കുക. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ആഗ്രഹം നടന്നതായി തന്നെ വിചാരിക്കണം. എങ്കിലാണ്, അല്ലാതെ സംശയം നമ്മളെ മനസ്സിൽ തന്നെയാണ് മക്കളെ. നമ്മൾ തന്നെയാണ്, നമ്മൾ ധനക്കാരനാണോ, കാര്യത്തിന് കൊള്ളുവോ, നമ്മളെ എന്താണോ, നമ്മൾ ആദ്യം ഇഷ്ടപ്പെടണം. മനസ്സിലായില്ലേ? എന്നിട്ടല്ലേ ലോകത്തുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുക. നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം. നമ്മളെ ആരെക്കാളും വലിയവനാണ് എന്ന് നമുക്ക് മനസ്സിൽ അഹങ്കരിക്കാനല്ല കേട്ടോ. പാവപ്പെട്ടവനോട് നമ്മൾ ഒരിക്കലും നമ്മളുടെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. 10 രൂപ ഉണ്ടെങ്കിൽ നമ്മളെ അറിയാലോ, ഒരു മൂച്ചി മാങ്ങ ഇല്ലാത്ത സമയത്ത് നിന്നിട്ട് നീർപ്പിൽ നിൽക്കൂല, എങ്ങനെ നിൽക്കും? മാങ്ങ വരുമ്പോ അത് താണ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അതിന്റെ കൊമ്പുകളിലും ചില്ലകളിലും മാങ്ങ നിറയുമ്പോൾ അതിന് അഹങ്കാരം കൂടുതൽ. അത് ഭൂമി ദേവിയിലേക്ക് ഇങ്ങനെ കുമ്പ് കുട്ടിയതാ നിൽക്കുക. അതേപോലെ വേണം നമ്മൾ. പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും അഹങ്കരിക്കരുത്. ഒരു പനി വന്നാൽ ചികിത്സിക്കാനുള്ള പണം ആരുടെ കയ്യിലും ഇല്ല. അത്രയും മാരകമായ സൂക്കടുള്ള ലോകമാണ്. മനസ്സിലായില്ല? അപ്പൊ അഹങ്കാരം ഭഗവാൻ ഒരു കാലത്ത് നമ്മളെ തട്ടിത്തെറിപ്പിക്കും. അഹങ്കരിച്ചവന്റെ കയ്യിൽ ഒന്നും നിലനിൽക്കില്ല മക്കളെ. എത്രക്കൊണ്ട് നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നു അത്ര കൊണ്ട് നമ്മൾ ശിരസുകൊണ്ട് ഇങ്ങനെ താണ് വരണം. ആരോടും നന്നായി പെരുമാറണം. ഇല്ലാത്തവന് നമ്മൾ ഉള്ളേന്നൊരു പങ്ക് കൊടുക്കാൻ പഠിക്കണം. അങ്ങനെയൊക്കെ വേണം നമ്മൾ. അപ്പൊ നമ്മളെ എങ്ങനെയാണ് നമ്മൾ റിച്ച് ആവുക? മനസ്സിലായില്ല? ആഗ്രഹം നമ്മൾ എഴുതി വെക്കുക. കണ്ണാടിയിൽ നോക്കി നമ്മൾ ഡെയിലി പറയുക, ഞാൻ റിച്ച് ആണ് എന്ന് നമ്മൾ ഡെയിലി പറയുക. അങ്ങനെ നിങ്ങൾ 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അത് ശരിയായിക്കോളും. 21 ദിവസം ചെറിയൊരു തടസ്സം ഉണ്ടാവും കേട്ടോ. എന്തിനും ഉണ്ടൊരു തടസ്സം. 21 ദിവസം. ആ 21 ദിവസത്തെ തടസ്സം തീർന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം, ലൈഫ് ക്ലിയർ ആവും, റൂട്ട് ക്ലിയർ ആവും. ആ 21 ദിവസത്തെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നിങ്ങൾ ആരും ഇത് എഴുതി വെക്കാതെ ഇരിക്കരുത്. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് രാവിലെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. കാണാത്തവര് കണ്ടോളൂ, കേൾക്കാത്തവര് കേട്ടോളൂ. നമ്മൾ രാവിലെ എണീറ്റ സ്ത്രീകൾ പ്രത്യേകിച്ചും നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കളെ നമ്മൾ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? നമ്മളെ ദേവി മഹാത്മ്യവും എല്ലാ കഥകളും നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെ നോക്കിയാലും ഭഗവാനെ നമ്മൾ എവിടെ തെരഞ്ഞിട്ടും കണ്ടൊരു ചരിത്രമില്ല. അപ്പൊ എവിടെ ഭഗവാനും ഭഗവതിയൊക്കെ ഇരിക്കണം എന്നറിയാം? നമ്മളെ മനസ്സിലുണ്ട് ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ
നമ്മളുടെ ഉള്ളിലാണ് നമ്മളെ ദൈവം ഇരിക്കുന്നത്. രാവിലെ എണീറ്റ് നമ്മളെ കയ്യിലേക്ക് നോക്കിയിട്ട് എന്താ പറയാന്നറിയോ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് കൈയും കൂട്ടിയിട്ട് ഒന്നിങ്ങനെ തിരുമ്പിയിട്ട് കണ്ണിൽ വെക്കണം. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ കാല് ഭൂമിയിലേക്ക് വെക്കുമ്പോൾ ഒരു നമ്മളെ എന്താ വെച്ചാ ചവിട്ടുക, ഭൂമിദേവി ചവിട്ടുകയാണ്, അതിന് ക്ഷമാപണം പറയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുഭഗ്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അപ്പൊ ദേവി നമ്മളോ എല്ലാം ക്ഷമിച്ചു. നമ്മൾ പണ്ട് സ്ത്രീകൾ നടക്കുമ്പോൾ പതുക്കെ ഭൂമിദേവിയെ വേദനിപ്പിക്കാതെ നടക്കണം എന്നൊക്കെ പറയുന്നത് കാരണന്മാര് ഒട്ടുമില്ലാത്തതല്ല. നമ്മളിങ്ങനെ ചവിട്ടി തുള്ളി ഇങ്ങനെ ഠെ അങ്ങനെ അടിച്ച് നടക്കാൻ പാടില്ല. പതുക്കെ 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 നമ്മൾ നടക്കാവുള്ളൂ കേട്ടോ. വലത് കാല് വെച്ച് നമ്മൾ കടക്കേന്ന് എണീക്കുമ്പോൾ വലത് കാല് വെച്ചിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അടുക്കളയിലേക്കും വലത് കാല് വെച്ചിട്ട് കയറാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ദേവിയെ ഒന്ന് സ്തുതിച്ചിട്ട് വേണം അടുക്കളയിലേക്കും കയറാൻ. പിന്നെ നിങ്ങൾ ഡെയിലി ഇത് കാണാൻ പാടാക്കിക്കോളൂ കേട്ടോ. ഇത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കും. അത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് സ്ഥിരം സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ്. നമ്മൾ തന്നെ മഹാലക്ഷ്മി. അപ്പൊ നമ്മൾ മഹാലക്ഷ്മിയുടെ ആ നാമം കൂടി നമ്മൾ ഡെയിലി കാണാതെ ചൊല്ലി പഠിക്കുക. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹം എഴുതി വെക്കുക മക്കളെ. നിങ്ങൾക്ക് 101% നിങ്ങൾ ആഗ്രഹിച്ചതാവാൻ സാധിക്കും. 101% ആവാൻ സാധിക്കും. നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്ക്. പുസ്തകം എടുത്ത് എഴുതി വെച്ച് നോക്ക്. ഒരു പുസ്തകമോ ഒരു പെന്നും വാങ്ങിയാൽ മതി. നീലമഷിയോ പച്ചമഷിയോ ചുവപ്പ് മഷിയോ ഒരു പെന്ന് മതി മക്കളെ. മാറി മാറി കളറിൽ എഴുതൊന്നും വേണ്ട. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കുക. കിടക്കണേന്റെ മുന്നേ എഴുതിക്കോ. 11 11 അലാറം വെക്കാൻ ആർക്കൊന്നും സമയമില്ല. അപ്പൊ ഇനി ആ സ്ഥിരം നമ്മൾ ചെല്ലേണ്ട നാമം കൂടി പറഞ്ഞു തരാട്ടോ. ഇതും കൂടി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ നമ്മളുടെ മനസ്സിനൊരു ബലം കിട്ടും. മനസ്സിന് ബലം ഉണ്ടായാൽ എവിടെ നമ്മൾ തളരില്ല. ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വരില്ല. മക്കളെ വരാനുള്ളത് വഴി തങ്ങില്ല. അപ്പൊ നമ്മൾ നാമജപവും നമ്മളുടെ വിശ്വാസവും ഒക്കെയാണ് മക്കളെ നമ്മളെ ആരോഗ്യത്തോടു കൂടി ഇരുത്താൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ നമ്മളെ വന്ന് പിടികൂടും. ധൈര്യമില്ലാത്ത മനസ്സിന്റെ കൂടെ കണ്ണി കണ്ടത് മുഴുവൻ വരും. അങ്ങനെയാണ് നമുക്ക് ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ എനർജികളെ പറ്റി പറയുന്നില്ലേ. ഈ ധൈര്യമുള്ളവന് പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് എനർജി വരില്ല. അപ്പൊ നിങ്ങൾ ഈ നാമം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ കണ്ണേറോ ദൃഷ്ടിദോഷോ ഒന്നും വരില്ല. ഡെയിലി ഇത് നിങ്ങളെ നാവുമ്പോൾ രാവിലെ ട്ടോ. അപ്പൊ ഞാൻ ആ വരി നേരെ ചൊല്ലിത്തരാം. തെറ്റാതെ എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കണം. കാണാൻ പാടാക്കണം സ്ത്രീകളെ ട്ടോ. എന്നാ കേട്ടോളൂ. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. ഇത് സ്ഥിരം സ്ത്രീകൾ ചൊല്ലി പഠിക്കണം കേട്ടോ. ആ വീട്ടിലെ മഹാലക്ഷ്മി ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ്. എല്ലാവർക്കും ഉറച്ചുള്ള വിശ്വാസമാവണം ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മഹാലക്ഷ്മി കുട്ടികളൊക്കെ ഇത് എല്ലാ ദിവസവും രാവിലെ ചെല്ലണം. അതൊക്കെ അമ്മയ്ക്കൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ അമ്മ ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.